വൈ ക്രോമസോം അവരെയാണ് നമ്മൾ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. സോ എക്സ് ആൻഡ് വൈ ക്രോമസോം അഥവാ സെക്സ് ക്രോമസോം അല്ലെങ്കിൽ എല്ലോസോംസ് എന്ന് പറയുന്നത് ദേ ഡിഫർ ഇൻ അപ്പിയറൻസ് ആൻഡ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ സെക്സ് ക്രോമസോമായ എക്സും വൈയും അവരുടെ അപ്പിയറൻസിൽ എക്സും വൈയും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ ജനറ്റിക് കണ്ടൻറ്റ് അതിലും എക്സും വൈയും ഡിഫറെൻ്റ് ആണ്. സോ അപ്പിയറൻസ് വൈസും ജനറ്റിക് കണ്ടൻറ്റ് വൈസും ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വൈസും ഇവർ എക്സും വൈയും ക്രോമസോം രണ്ടും രണ്ട് തരത്തിലാണ്. അപ്പോൾ നമ്മുടെ സെക്സ് ക്രോമസോമുകളെ കുറിച്ചുള്ള സ്റ്റഡിയിൽ സ്റ്റഡി ഓഫ് സെക്സ് ക്രോമസോമിൽ ഒരു കാര്യം മനസ്സിലായി, വൈ ക്രോമസോമാണ് ഡിറ്റർമിൻ മെയിൽനെസ്. സോ മെയിലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ക്രോമസോമാണ് വൈ ക്രോമസോം. അത് ഹ്യൂമൻസിലും മറ്റ് മാമൽസിലൊക്കെ അങ്ങനെയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. സോ വൈ ക്രോമസോമാണ് മെയിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൽ എന്ന് പറഞ്ഞ ട്രീറ്റ് കൊടുക്കുന്നത് എന്ന് ഹ്യൂമൻസിലും മാമൽസിലും ആ ഒരു വൈ എന്ന് പറഞ്ഞ ഇതാണ് ക്രോമസോമാണ് മെയിൽ എന്ന് പറഞ്ഞ ട്രീറ്റ് ആയിട്ട് മാറണേന്ന് ക്രോമസോമുകളെക്കുറിച്ച് സെക്സ് ക്രോമസോമുകളുടെ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ടെന്ന്. ഒന്നാമത് മാൻ ആൻഡ് മെജോറിറ്റി ഓഫ് ഇൻസെക്റ്റുകൾ, ഒട്ടുമിക്ക ഇൻസെക്റ്റുകളിലും മനുഷ്യനിലും നോക്കിക്കഴിഞ്ഞാൽ ഈ സൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പ്ലസ് സൈൻ ഫീമെയിലിനാണ്, ഇങ്ങനെ ഒരു ഏരോ മാർക്കിട്ട സൈനാണ് മെയിൽ എന്ന് പറയുന്നത്. സോ ഫീമെയിൽ. സോ മെജോറിറ്റി മോസ്റ്റ് ഓഫ് ദി ഇൻസെക്റ്റുകളിലും മനുഷ്യനിലും സെക്സ് ഡിറ്റർമിനേഷൻ XX അല്ലെങ്കിൽ XY ടൈപ്പ്. സോ XX എന്ന് പറഞ്ഞത് 2X വരുന്നത് ഫീമെയിലിനാണ്, XX എന്ന് പറയുന്നത് ഫീമെയിലിനാണ്. അതുപോലെ ഇൻസെക്റ്റിലും മനുഷ്യനിലും മോസ്റ്റ് ഓഫ് ദി ഇൻസെക്റ്റുകളിലും മനുഷ്യനിലും ഈ XX എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് അത് ഫീമെയിൽ എന്നാണ്, XX ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം XY രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് സെക്സ് ക്രോമസോം ആണെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് മെയിൽ എന്നാണ്. സോ XY എന്ന് പറയുന്നത് മെയിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വൈ ക്രോമസോമാണ് ഡിറ്റർമിൻ മെയിൽ. ഇവിടെ ഒരു വൈ ക്രോമസോം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ XYനെ മെയിൽ എന്ന് പറയുന്നത്. അതേസമയം 2X സെക്സ് ക്രോമസോം വന്നപ്പോൾ 2XX ക്രോമസോം വന്നപ്പോൾ അത് ഫീമെയിൽ എന്നാണ്. സോ മെജോറിറ്റി നമ്മുടെ ഹ്യൂമൻസിലും എല്ലാ മാമൽസിലും വൈ എന്ന് പറഞ്ഞ ക്രോമസോമാണ് മെയിൽ എന്ന് പറഞ്ഞ ട്രീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി വേറെ കുറച്ച് ചില ഇൻസെക്റ്റുകളിൽ, സോ മനുഷ്യനിലും മോസ്റ്റ് ഓഫ് ദി ഇൻസെക്റ്റിലും ഫീമെയിൽ എന്ന് പറഞ്ഞാൽ XX ക്രോമസോം, മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X ആൻഡ് Y ക്രോമസോമാണ്. ഇനി അതേസമയം ചില ഇൻസെക്റ്റുകളിലും ചില റൗണ്ട് വേമുകൾ, സോ റൗണ്ട് വേംസ് ആൻഡ് സർട്ടൻ ഇൻസെക്റ്റുകളിൽ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XX തന്നെയാണ്, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ XX സെക്സ് ക്രോമസോം തന്നെയാണ്. പക്ഷേ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X0 എന്നാണേ പറയാൻ പറ്റുള്ളൂ, ബിക്കോസ് ഇവിടെ ഒരു Y ക്രോമസോം ഇല്ല. സോ Y ക്രോമസോം ഇല്ലാണ്ട് മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഒരു X ക്രോമസോം മാത്രം വെച്ചുകൊണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നു മെയിൽ ക്യാരക്ടർ. അതേസമയം ഫീമെയിൽ മനുഷ്യനിലും മറ്റ് ഇൻസെക്റ്റിലും റൗണ്ട് വേമിലും ഒക്കെ എന്താണ് X ആൻഡ് X ആണ്. സോ ഇവിടെ നമ്മുടെ മനുഷ്യനിലും ഇൻസെക്റ്റുകളിലും X ആൻഡ് Y ആണ് മെയിൽ റെപ്രസെൻ്റ് ചെയ്തതെന്ന് വെച്ചാൽ ചില റൗണ്ട് വേമുകളിലും ചില ഇൻസെക്റ്റുകളിലും ഈ വൈന് പകരം X0 എന്ന് പറഞ്ഞതാണ് മെയിൽ എന്ന് പറഞ്ഞ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി 2 ടൈപ്പ് ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം 2 ടൈപ്പ് നമ്മൾ പറഞ്ഞത് തന്നെയാണ് XY ടൈപ്പ് സെക്സ്. അപ്പോൾ ഇവിടെ രണ്ടും സെയിം ആണ് അല്ലേ, XX എന്ന് പറഞ്ഞാൽ ഇവിടെയും ഫീമെയിലാണ്, ഇവിടെയും XX എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്. ആകെ ചേഞ്ച് വന്നത് മെയിലിനാണ്. XY എന്ന് പറഞ്ഞത് മെയിലാണ്, X0 എന്ന് പറഞ്ഞതും മെയിലാണ്. അത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസത്തിൽ. സോ അതിൻ്റെ ബേസിൽ 2 ടൈപ്പ് ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. XY ടൈപ്പ് ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്, X0 ടൈപ്പും ഉണ്ട്. XY ടൈപ്പും X0 ടൈപ്പും 2 തരത്തിൽ സെക്സ് ഡിറ്റർമിനേഷൻ നമ്മൾ പറയുകയാണ്. അതിൽ ആദ്യത്തെ X0 ആൻഡ് XY ടൈപ്പ് അതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ X0 അല്ലെങ്കിൽ XY ടൈപ്പ് അതിന് നമ്മുടെ മെയിലാണെന്ന് പറഞ്ഞു, മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യണതാണ് ഈ പറഞ്ഞ രണ്ടും മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യണതാണ്. സോ ആ ഇതിൽ മെയിൽ, ഇതാണ് നമ്മൾ മെയിലിൻ്റെ സൈൻ. മെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് ഗാമേറ്റ്. ഈ പറഞ്ഞ X0ലും XYയിലും 2 ടൈപ്പ് മെയിൽ ഗാമറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യണം. X0 ആണെങ്കിലും XY ടൈപ്പിലാണെങ്കിലും 2 ടൈപ്പാണ് മെയിൽ പ്രൊഡ്യൂസ് ചെയ്യണ ഗാമറ്റുകൾ. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ്? സോ മെയിൽ 2 ടൈപ്പ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ മെയിൽ ഹെറ്ററോ ഗാമറ്റി എന്ന് പറയുന്നത്. മെയിൽ 2 ടൈപ്പ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അതിനെ മെയിൽ ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഗാമറ്റ്, ഹെറ്ററോ ഗാമറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഗാമറ്റ്. സോ 2 ടൈപ്പിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഐദർ ഒരു പക്ഷേ
വിത്ത് ഓർ വിത്തൗട്ട് എക്സ് ക്രോമസോം. ഒരു പക്ഷേ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സ് ക്രോമസോം പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് ക്രോമസോം പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കാം. അത് ഒരു ടൈപ്പ്, വിത്ത് ഓർ വിത്തൗട്ട് എക്സ് ക്രോമസോം. അതാണ് ഒരു എക്സ് ക്രോമസോം ഉണ്ട്, ഇത് ചിലപ്പോൾ എക്സ് ക്രോമസോം ആവാം, അല്ലെങ്കിൽ എക്സ് ക്രോമസോം അല്ല. സോ വിത്ത് ഓർ വിത്തൗട്ട് എക്സ് ക്രോമസോം. രണ്ടാമത്തെ ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കി, സം വിത്ത് എക്സ് ക്രോമസോം ആൻഡ് സം വിത്ത് വൈ ക്രോമസോം. അടുത്ത മെയിലിനെ ഡിറ്റർമിനൻ്റ് കണ്ടിട്ട് സം വിത്ത് എക്സ് ക്രോമസോം ആൻഡ് സം വിത്ത് വൈ ക്രോമസോം. ചിലത് എക്സ് ക്രോമസോം, ചിലത് വൈ ക്രോമസോം. അങ്ങനത്തെ ഗാമറ്റുകളും മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ X0 ടൈപ്പ് ആൻഡ് XY ടൈപ്പ് മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്രോമസോമുകളാണ്. ആരിൽ? മനുഷ്യരിലും ചില ഇൻസെക്റ്റുകളിലും റൗണ്ട് വേമിലൊക്കെ ഉള്ള ആ ഒരു കാറ്റഗറിയിലാണ് X0 ആൻഡ് XY ടൈപ്പ്. അങ്ങനെ മെയിലിന് 2 ടൈപ്പ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളതിനെ മെയിൽ ഹെറ്ററോ ഗാമറ്റി എന്ന് പറയുന്നു. ആ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഗാമറ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരുപക്ഷെ വിത്ത് ഓർ വിത്തൗട്ട് എക്സ് ക്രോമസോം. എക്സ് ക്രോമസോം ഉണ്ടായിട്ടും ഇല്ലാതെയും. വിത്ത് ഓർ വിത്തൗട്ട്, ചിലപ്പോൾ എക്സ് ക്രോമസോം ഉണ്ടാവാം, ചിലപ്പോൾ എക്സ് ക്രോമസോം ഇല്ലാതെയും ഇരിക്കാം, ആ ടൈപ്പ്. അല്ലെങ്കിൽ സം വിത്ത് എക്സ് ക്രോമസോം ഓർ സം വിത്ത് വൈ ക്രോമസോം. ചില മെയിൽ ഗാമറ്റ് എക്സ് ക്രോമസോം ചിലതിനെ പ്രൊഡ്യൂസ് ചെയ്യും, ചിലത് വൈ ക്രോമസോമിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് X0 ടൈപ്പ് ആൻഡ് XY ടൈപ്പ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഗാമറ്റുകൾ. അത് മെയിൽ ഹെറ്ററോ ഗാമറ്റി. ഇനി പറയുന്നത് ചില ബേർഡ്സ്, ചില ഓർഗാനിസം, ഇനി വേറെ ചില ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ ബേർഡ്സ് പോലത്തെ വേറെ ചില ഓർഗാനിസത്തിൽ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം, അവരുടെ ബോഡിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം മെയിലിനും ഫീമെയിലും ഈക്വൽ ആയിരിക്കും. സോ മെയിലിനും ഫീമെയിലും സെയിം നമ്പർ ഓഫ് ക്രോമസോം ആയിരിക്കും ബേർഡ്സിലൊക്കെ. അതിൽ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെ? പ്രൊഡ്യൂസ്ഡ് ബൈ ഫീമെയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ XY ആൻഡ് X0 ടൈപ്പിൽ 2 ടൈപ്സ് ഓഫ് ഗാമറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മെയിലാണ്. മെയിലാണ് 2 ടൈപ്പ് ഓഫ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണത്. അതുകൊണ്ട് മെയിൽ 2 ടൈപ്പ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ മെയിൽ ഹെറ്ററോ ഗാമറ്റി എന്ന് പറയാം. അതേസമയം ചില ബേർഡ്സിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫീമെയിലാണ് 2 ടൈപ്പ് ഓഫ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫീമെയിൽ 2 ടൈപ്പ് ഓഫ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനെ ഫീമെയിൽ ഹെറ്ററോ ഗാമറ്റി എന്ന് പറയുന്നു. സോ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗാമറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫീമെയിൽ. സോ സെക്സ് ഡിറ്റർമിനേഷനിൽ ഫീമെയിലാണ് 2 ടൈപ്പ് ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഫീമെയിൽ ഹെറ്ററോ ഗാമറ്റി എന്ന് പറയും. അത് നമുക്ക് കാണാൻ പറ്റുന്നത് ബേർഡ്സ് പോലുള്ള ചില ഓർഗാനിസത്തിലാണ്. ഇനി മെയിലാണ് 2 ടൈപ്പ് ഓഫ് ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെയിൽ ഹെറ്ററോ ഗാമറ്റി എന്ന് പറയും. അത് 2 ടൈപ്പ് ഉണ്ട്, X0 ടൈപ്പ് ആൻഡ് XY ടൈപ്പ്. ഇനി നമുക്കിതിൽ ഓരോ ടൈപ്പും ഒന്ന് നോക്കാം.